ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു പയ്യൻ വരുന്നു. ഹലോ മോനെ, പിന്നെ ഇവിടെ താമസിക്കാൻ പറ്റിയ ഏതെങ്കിലും ലോഡ്ജോ ഹോം സ്റ്റേ എന്തെങ്കിലും ഉണ്ടോ? താമസിക്കാനാ ചേട്ടാ? ഇത് റൂംസ് ആണ്, AC റൂംസ്. അല്ലെ, ഇത് കയറിയായിരുന്നു. അപ്പം ഇവിടെ റൂമെല്ലാം ഫുള്ളാണെന്നാ പറഞ്ഞത്. ഫുള്ളാ? ആണോ? അല്ല, നിങ്ങളിപ്പോ വിളിച്ചു പറയോ ബുക്ക് ഒന്നും ചെയ്തില്ലേ? മോനെ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ ഒരു ഹോം സ്റ്റേയില് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഹോം സ്റ്റേ? ഇവിടുത്തെ ഏത് ഹോം സ്റ്റേ? ഇവിടെ അടുത്തൊരു 100 മീറ്റർ കഴിയുമ്പോഴേ പുതിയതായിട്ട് തുടങ്ങിയെന്നാ പറഞ്ഞത്. പുതിയതായിട്ട് തുടങ്ങിയത്? ചുമ്മാ അല്ല, നമുക്ക് മനസ്സിലാവാഞ്ഞേ. സാധാരണ ഈ ഏരിയ മൊത്തം അരച്ചലക്കി കുടിക്കാൻ ടീമാണ് നമ്മള്. അല്ല, എന്നിട്ട് ഇപ്പൊ എന്താ? ഞങ്ങള് രാത്രി എത്തുമെന്നാ പറഞ്ഞതേ. വന്നപ്പോ രാവിലെ ആയിപ്പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ആ റൂം വേറെ ആർക്കോ കൊടുത്തും പോയി. ഓ, നിങ്ങള് വരെ ലേറ്റ് ആയതുകൊണ്ട് അവര് റൂം വേറെ ആൾക്ക് കൊടുത്ത്. അപ്പൊ പൊളിഞ്ഞ്. അല്ല, നിങ്ങളിത് എവിടെന്ന് പറഞ്ഞ? ഞങ്ങള് നിലമ്പൂരെന്ന്. നിലമ്പൂര്? അതെ അതെ. നിലമ്പൂരിന്ന് എറണാകുളം. ഇവിടെ എന്താ പരിപാടി? മോനെ, നാളെ എറണാകുളത്ത് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട്. ആ കല്യാണം കൂടി ഞങ്ങളുടെ മോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവളെയും കണ്ട് വൈകുന്നേരം പോകാനാ ഞങ്ങളുടെ പ്ലാൻ. കൊള്ളാം, നല്ല പ്ലാൻ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങക്ക് റൂം വേണ്ടേ? അവിടെ അടുത്ത് എന്ന് പറയുമ്പോ നമുക്ക് റൂം വേണമെങ്കിൽ വാഴക്കാലയോ കാക്കനാടോ പോകേണ്ട വരും. അതിന് ഇവിടുന്ന് ഒരു 1-2.5 കിലോമീറ്റർ ആയാലും പോണം. അയ്യോ, അപ്പൊ ഇവിടുന്ന് ഓട്ടോ എന്തെങ്കിലും? അതാണ് ഈ റോഡിന്റെ കോമഡി. ഇതിൽ കൂടെ ബാക്കിയുള്ള എല്ലാ വണ്ടിയും പോവും, പെട്രോട്ട് വരെ പോവും. ഓട്ടോ പോണെങ്കിൽ കുറെ കഷ്ടപ്പാടാ. അയ്യോ, അതായത് സംഭവം വന്നിട്ട് റിട്ടേൺ പോകുന്ന വണ്ടി ഉണ്ടെങ്കിലേ കാണും. 2.5 കിലോമീറ്റർ ലഗേജ് ഒക്കെ തൂക്കിട്ട് നടക്കാന്ന് പറഞ്ഞാൽ പദം വന്നു പോകും. ചേട്ടാ, ഒരു കാര്യം ചെയ്യ്. ചേട്ടാ നേരെ പോയിട്ടേ റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്തിട്ട് കുറച്ചൊരു 100-150 മീറ്റർ 200 മീറ്റർ നടക്കുമ്പോഴത്തേനെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡബിങ് സ്റ്റുഡിയോ ഉണ്ട്. ഡബിങ് സ്റ്റുഡിയോ? അതിന്റെ തൊട്ടടുത്ത് ഒരു റൂംസ് ഉണ്ട്. അത് നമുക്ക് അറിയാവുന്നൊരു പയ്യന്റെയാ, പേര് ജിഷു. അവിടെ കയറിയിട്ട് ചോദിച്ചാൽ മതി റൂംസ് വല്ലതും ഉണ്ടോന്ന്. എന്റെ പേര് പറഞ്ഞാൽ മതി, അവൻ നല്ലത് നോക്കി തന്നോളൂ. പേര് കേശു. കേശു പാറമട. ചേട്ടാ ഒരു കാര്യം ചെയ്യ, നമ്പർ എടുത്തോ. ഇതാണ് എന്റെ നമ്പർ. കേശു പാറമട. എന്തായാലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പം റൂം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അവിടെ ചെന്നിട്ട് കേശുവിനെ വിളിക്കാം കേട്ടോ. ഓക്കെ ഏട്ടാ, താങ്ക് യു. അയ്യോ, മോള് ഇവിടെ പഠിക്കണമെന്ന് പറഞ്ഞു, ചോദിക്കാൻ പറഞ്ഞല്ലോ. വേണ്ട, തിരിയങ്ങോട്ട് മുടിയിട്ടെ. ദുബായിന്നേ GM വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുനിലേട്ടനും നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രതിസന്ധിയിലാണെന്നാ പറഞ്ഞത്. സത്യം പറയുമ്പോ ഗൾഫ് രാജ്യത്തേക്ക് നേരെ ചൊവ്വ ആരും കേറി പോകുന്ന പോലും ഇല്ലല്ലേ. കുറച്ച് നാള് കഴിഞ്ഞാൽ ദുബായ് ഓക്കെ ആവുന്നതാണ് പറഞ്ഞത്. നോക്കാം. എന്താണെങ്കിലും 6 മാസത്തേക്ക് വേറെ ജോലിയൊന്നും നോക്കണ്ട, എന്റെ കാര്യമെല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ പുള്ളി സംസാരിച്ചത്. 6 മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു പോകേണ്ടി വരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, 1 വർഷമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പ്രശ്നങ്ങൾ മൊത്തത്തിലൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് പോയാ മതി. ഇതേ സെയിം അഭിപ്രായം ഞാൻ പറയാന്ന് വിചാരിച്ച് ഇന്നലെ വന്നേണ്. പക്ഷെ വന്നപ്പോ ഞാൻ അങ്ങ് മടക്കി. ഇപ്പം നമ്മള് പറഞ്ഞിട്ട് വേറെ ചില ആൾക്കാർക്ക് പിടിക്കാതാവോ എന്ന് വിചാരിച്ചിട്ട്. ഈ വേറെ ചില ആൾക്കാരൊന്നും ഉദ്ദേശിച്ചത് എന്നെയാണോ? അതെ. എടാ നീ എന്തൊക്കെ പറഞ്ഞാലേ ഏറ്റവും കൂടുതൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആള് ഞാനല്ലടാ. സപ്പോർട്ട് ചെയ്യും, അതേപോലെ തന്നെ നൈസിൽ ഇടയ്ക്കിട്ട് പണി വെക്കുകയും ചെയ്യും. എന്താണ് നിന്റെ പ്രശ്നം? രാവിലെ തൊട്ട് തുടങ്ങിയതാ ഇവന്. സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. സീരിയസോ? എന്തായാലും സീരിയസ് ആയിട്ട് സംസാരിച്ചിരുന്ന കാണിയോ? ഇതല്ലേ മനസ്സിലായില്ല. അച്ഛൻ 1 വർഷത്തേക്ക് ഗൾഫിൽ പോകുന്നില്ല, അങ്ങനെയാണോ ഞാൻ കേട്ടത്? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ. 1 വർഷം പറഞ്ഞ എത്ര ദിവസം? 365 ദിവസം. ശരിക്കും? അല്ലല്ലയോ, ഈ 1 വർഷത്തേനെ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോ എങ്ങനെ? കമ്പനി എവിടെ തന്നെ? അളിയാ, കമ്പനി അങ്ങനെ വിടാൻ പറ്റത്തൊന്നുമില്ല. എന്റെ ജോലിയുടെ കാര്യം GM അവിടെ ഓക്കെ ആക്കിയാ വെച്ചേക്കുന്നേ. കേസോ, நான் சொல்லுன பொருள் எல்லாம் வாங்கிட்டியா? சொல்லுன பொருள் எல்லாம் வாங்கிட்டேன். പക്ഷെ സിദ്ധു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ,
ഈ 1 വർഷം പണിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ചെലവുകളൊക്കെ എന്ത് ചെയ്യും? കേശവനെ പണിക്കിട്ട് ജീവിക്കും. ഡേയ്, ഏച്ചി പൊടി. കേശുവേട്ടൻ പണിക്ക് പോയിട്ട് നമ്മളെയൊക്കെ കുറെ നോക്കും. ദേ ഈ സിദ്ധുനെ നോക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറ പരിപാടിയൊന്നും അല്ല. ഹൈലി എക്സ്പെൻസീവ് പേഴ്സൺ. அது லெச்சு சொன்ன ரொம்ப கரெக்ட் தான். சித்து உனக்கு செலவு ரொம்ப ஜாஸ்தி தான்ப்பா. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ഥിര വരുമാനം ഉള്ളത് നല്ല കാര്യമായിരുന്നു. ബാങ്കിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് വെച്ചിട്ടേ 1 വർഷം വരെയൊക്കെ പിടിച്ചേക്കാൻ പറ്റും. പക്ഷെ ലെച്ചൂസ് പറഞ്ഞ പോലെ ഡെയിലി ഒരു ഇൻകം വരുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. അല്ലളിയാ, അല്ലെ നീ ബാങ്കിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏറെക്കുറെ ബാങ്കിൽ ഒരു എസ്റ്റിമേറ്റ് എത്ര എമൗണ്ട് കാണും? അതിപ്പോ അവിടെ കിടക്കുന്നത് എന്തോന്ന് അതിന്റെ ഇടയിൽ കൂടെ അവൻ എസ്റ്റിമേറ്റ് അറിയാൻ നിക്കണ്. വേണ്ട പറയണ്ട, അല്ലോടെ പൂത്തി പോയി. ആ മുഴുതി വെക്കും. சரி நீங்க சண்டை போடாதீங்க. நான் ஒரு ஐடியா சொல்லட்டா? நல்லதா இருந்தா நீங்க ஏத்துக்கோங்க, இல்லைன்னா என்ன ஒன்னும் சொல்ல கூடாது. சொல் 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 சொல். சித்து, நீ ஒரு பிசினஸ் ஆரம்பி. நீ இங்க இருக்கும்போது நீ அந்த பிசினஸ் பாத்துக்கோ. ஆனா நீ துபாய்க்கு போன பிறகு எங்களால அது பாத்துக்க முடியணும். அப்படி ஒரு பிசினஸ் ஐடியா நீ யோசி. അതിപ്പോ ബിസിനസ് ഐഡിയ എന്ന് പറയുമ്പോ എന്ത് ചെയ്യും? ബിസിനസ് എന്ന് പറയുമ്പോ എന്തെങ്കിലും ചെയ്യുന്നതാണല്ലോ ബിസിനസ്, ഇല്ലേ? എന്താ ആലോചന അങ്ങോട്ട്. എങ്കിൽ പിന്നെ നമുക്കൊരു റെസ്റ്റോറന്റ് തുടങ്ങിയാലോ? ആ നല്ല സൂപ്പർ ഐഡിയ. പിന്നെ പൊന്നു സിദ്ധു, അതിവിടെ ഒരു 19 തവണ പയറ്റിയ കേസാണ്. അത് നടക്കാൻ പോകുന്നില്ല. വെറുതെ ആവേശത്തിന് ഓരോന്നൊക്കെ തുടങ്ങി വെക്കും, എന്നിട്ട് ആരും നോക്കാനും ഇല്ല. വെറുതെ പൂട്ടി കെട്ടി കുറെ നഷ്ടക്കച്ചവടവും ചെലവും. അത് നിനക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമാ. ചേച്ചി കോൺഫിഡൻസ് ഇല്ലാത്ത പ്രശ്നം. എന്നാ പിന്നെ കോൺഫിഡൻസ് ഉള്ളവർ എന്താന്ന് വെച്ചാൽ ആയിക്കോ, എന്നോട് ചോദിക്കണം എന്തിനാ? ചേച്ചി പോലെ ചേച്ചി ചേച്ചി ആരോട് പോകാൻ പറഞ്ഞു? ചേച്ചി പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ലേ? நான் கிச்சன்ல போறேன். ജോസേ, എന്താണ് ഇങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കണേ? ഞാൻ റെസ്റ്റോറന്റ് തുടങ്ങാൻ ഒരു പ്ലാൻ ഇട്ടെന്നല്ലേ ഉള്ളൂ, തുടങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ തുടങ്ങും. ഇവിടെ നേരെ ചൊവ്വ വെച്ചിട്ട് ചമ്മന്തി പോലും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. അവരാണ് റെസ്റ്റോറന്റ് നടത്താൻ പോകുന്നത്. என்ன லெச்சு இது? அப்படி சொல்லக்கூடாது. நான் நல்லா சமைப்பேன்ல. ഒന്ന് പോയാ ആന്റി. അളിയാ, റെസ്റ്റോറന്റ് കാര്യം അങ്ങ് വിട്. ചേച്ചിക്ക് താല്പര്യം ഇല്ലല്ലോ. ഞാനൊരു ഐഡിയ പറയാം. കേശവന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമുക്ക് കൃഷിയിലൊരു കൈ നോക്കിയാലോ? എന്റെ പൊന്നു മോളെ, ഓർമ്മയുണ്ടാ ഓണച്ചന്താന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ഇത് തുടങ്ങിയത്? പാലക്കാടൊക്കെ പോയി കുറെ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നത്. ആ പേരിൽ എത്ര ലക്ഷമാണ് എന്റെ കയ്യിൽ നിന്ന് പൊട്ടിയത്. അതുകൊണ്ട് കൃഷി ആ പരിപാടി ഇവിടെ നടക്കൂല. அப்படின்னா நான் ஒரு ஐடியா சொல்லட்டா? நம்மளுக்கு பாட்டு கிளாஸ், டான்ஸ் கிளாஸ், வெக்கேஷன் கிளாஸ் அப்படி ஏதாவது ஆரம்பிக்கலாமா? കനാൻഡിക്ക് ഡാൻസ് പഠിപ്പിക്കാൻ അറിയും? எனக்கு தெரியாதுடா. പാട്ടോ? நான் நல்லா பாடுவேன்ல. അയ്യോ ഉദരകല്ലേ പൊന്നു കനാൻഡി, ഒരു സമ്മർ വെക്കേഷൻ ക്ലാസ് തുടങ്ങിയത് ഓർമ്മയുണ്ടോ? അതിന്റെ കട ഈടക്കാൻ അടച്ചു തീർന്നത്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. നമ്മുടെ മീൽ ടീച്ചർ തേരാപ്പാര നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും നമ്മുടെ കുടുംബത്തിലോട്ട് കയറും. എങ്കിൽ പിന്നെ നമുക്കൊരു ഫിനാൻസ് കമ്പനി ഇട്ടാലോ? കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണ പണയം. നമ്മൾ നാട്ടുകാരിൽ നിന്ന് സ്വർണം പണയത്തിന് എടുക്കുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു, അവർ നമുക്ക് പലിശ തരുന്നു. എങ്ങനെയുണ്ട്? സെറ്റാവില്ലേ ഈ പലിശ മേടിക്കുക എന്നൊക്കെ പറഞ്ഞാലേ? മാത്രമല്ല ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവസാനം അളിയൻ്റെ ഒരു പേരും വീഴും, ബ്ലേഡ് സിദ്ധു. എങ്കിൽ വേണ്ട. എന്നാ അളിയനെ വേറൊരു ഐഡിയ പറ. ഞാനൊരു ഐഡിയ പറയാം. പിള്ളേരെല്ലാരും വന്ന് മേടിക്കും, നല്ല കച്ചവടം കിട്ടും. പറയട്ടെ, നമുക്കൊരു മിഠായി കട തുടങ്ങിയാലോ? അല്ലെങ്കിൽ വേണ്ട അല്ലേ? നല്ല പരിപാടിയായിരുന്നു. എനിക്കും കുഞ്ഞമ്മയ്ക്കും നോക്കി നടത്തുകയും ചെയ്യാം. വേണ്ടല്ലേ? പോട്ട്. അതെ, ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു ഐഡിയ ഉണ്ട്. സംഭവം നേരത്തെ നമ്മളിവിടെ പയറ്റി പൊളിഞ്ഞ പരിപാടിയാണ്, എന്നാലും പറയാം. ചാടി കടിക്കാൻ പറ്റില്ലേ? நீ சொல்லுடா. ഹോം സ്റ്റേ.
അല്ല നമ്മള് പണ്ട് പ്ലാൻ ചെയ്ത പോലെ മുകളിലുള്ള നില കൊടുക്കണ്ട, താഴെയുള്ള നിലയിൽ ഏതെങ്കിലും ഒരു റൂം കൊടുത്താൽ മതി. എന്താ പറയണേ? അതാകുമ്പോൾ നമ്മളെ കൺവട്ടത്ത് കാണും, പിന്നെ പണ്ടത്തെ അത്ര അലമ്പൊന്നും കാണില്ലേ അല്ലേ, അളിയനോട് ഉണ്ടല്ലോ. അതായത് സംഭവം ചേച്ചി, ഈ ആൾക്കാരൊക്കെ ഒരുപാട് ഇങ്ങനെ അങ്ങനെയൊക്കെ അലഞ്ഞിരിഞ്ഞ് അടപ്പുണ്ടേ റൂമിന് വേണ്ടി. ആരലഞ്ഞിരിഞ്ഞ് നടന്നെന്ന്? സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ രണ്ടുപേരെ കണ്ട്. അവരിവിടെ ഏതോ കല്യാണത്തിന് കണ്ട് വന്നതാണ്. അപ്പം അവർ ബുക്ക് ചെയ്ത റൂം എന്തോ സാഹചര്യം വെച്ചാൽ വേറെ ആർക്കാരോ കൊടുത്തുപോയി. അപ്പോൾ അവർക്ക് റൂമില്ല. അങ്ങനെ അടക്കുന്നവർക്ക് വേണ്ടി നമുക്കൊരു റൂം കൊടുക്കാം, 1-2 ദിവസം. അങ്ങനെ ഹോം സ്റ്റേ. എന്താണ് ലജ്ജുസേ, ഇവൻ ഇത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമുക്കൊരു കൈ നോക്കിയാലോ? നോക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പാളുവോ? എന്തൊരു പാളാൻ. ഏയ് டே கேசு, அப்படின்னா நம்ம ஏது ரூம் கொடுப்போம்? ആ നമുക്ക് അങ്ങനത്തെ റൂം കൊടുക്കാം, നമ്മുടെ ഗൗരി അമ്മയുടെ റൂം. അമ്മായിയുടെ മുറിയാ? ഓ, അപ്പൊ അമ്മായി എന്തായാലും സ്ഥിരമൊന്നും ഇവിടെ നിൽക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ വരുന്നുള്ളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. டேய், இந்த விஷயம் நம்ம அம்மா கிட்ட சொல்ல வேண்டாமா? അത് ഫോൺ വിളിച്ച് പറയാം. മാത്രമല്ല അമ്മ അവിടെ അടുത്ത് ഇപ്പം വരുമല്ലോ. എങ്ങനെ തുടങ്ങിയല്ലേ? തുടങ്ങാം അല്ലേ? അപ്പൊ അടിഫ്ലക്സ് പാറമട ഹോം സ്റ്റേ റീലോഡ്. கல்லு பாரு, இங்க நிக்கிறீங்களா? உள்ள வந்து விளையாடுங்க, அம்மா பார்த்தா திட்டுவாங்க. അമ്മ ഉണ്ടാ വഴക്ക് പറയാറുണ്ട്. ആന്റിക്ക് വഴക്ക് പറയാൻ ഞാൻ എന്തുവാ? കല്ലു, ആന്റിക്ക് വഴക്ക് പറയാനുള്ള മിഷൻ സെറ്റ് ചെയ്തിട്ടില്ല. ആന്റിക്ക് ചിരിക്കാനുള്ള മിഷൻ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ஆரு, ഹായ് ഹായ്. ഫ്ലക്സ് വന്നേ, ഫ്ലക്സ് വന്നേ. അറുസേ, കല്ലൂട്ടാ, ആ, എങ്ങനുണ്ട് നമ്മുടെ ഫ്ലെക്സ്? സൂപ്പർ, അടിപൊളി. കുഞ്ഞമ്മ ഇതെന്താ എഴുതിയിരിക്കുന്നേ? പാറുപെട്ട് പെട്ടൊന്നുമില്ല, പാറമട ഹോം സ്റ്റേ. ഇത് നിങ്ങളുടെ വീടാണ് ബ്രോ. ஹாய், சூப்பர், நல்லா இருக்குல்ல? കനാൻഡിക്ക് വായിക്കാൻ അറിയൂ? என்னடா இது, இப்பதானே அவ படிச்சு கொடுத்தா? നല്ല സൂപ്പർ. ആ മേഡം എപ്പടി നോക്ക്. ഇത്ര പെട്ടെന്നല്ല സെറ്റായാ? പിന്നെ ഇതിനൊക്കെ എന്തോ സമയം വേണം, 5 മിനിറ്റ് വരെ. പാറമട ഹോം സ്റ്റേ, ഇത് നിങ്ങളുടെ വീടാണ് ബ്രോ. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പഴയ ഡിസൈൻ തന്നെയല്ലയോ? ഇത് പഴയ വീട് തന്നെയല്ലേ, അപ്പൊ പിന്നെ ഇതുപോലെ ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയാം മൂമ്മ. സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഗസ്റ്റ് വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. പഴയതുപോലൊന്നും സംഭവിക്കല്ലേ. പഴയതുപോലെ എന്ത് സംഭവിക്കാ? ഇല്ലല്ലയാ, ഒന്നും സംഭവിക്കൂല. എടാ പിന്നെ ഓ, ഈ ഗൗരിയുടെ മുറി കൊടുത്താലേ ഗൗരി വരുമ്പോ പിന്നെ എവിടെ കിടക്കും? ഗൗരിയമ്മായി വല്ലപ്പോഴൊക്കെ അല്ലേ വരത്തുള്ളൂ. അതല്ല, അമ്മായി വരുമ്പോ പിന്നെ എന്ത് ചെയ്യുന്നു? തൽക്കാലം ആ സോഫയിൽ കിടക്കാൻ പറയാം. കാടും മേടൊന്നും പ്രശ്നമില്ലാത്ത ആളാണല്ലോ. അതെ. പിന്നെ ഈ ഐഡിയ പറഞ്ഞ ലച്ചേച്ചിയാണെന്ന് മറക്കല്ലേ. എന്റെ ഐഡിയ? ഈ ഐഡിയ പറഞ്ഞ നീയല്ലടാ. അല്ല പാപ്പ, അതല്ല. ഇപ്പം അമ്മായിക്ക് കാടും വീടും പ്രശ്നമല്ല, അമ്മായി സോഫയെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ ചേച്ചിയല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ സോഫയെ കിടക്ക്, നിന്നെ മുറി ഞാൻ അമ്മായിക്ക് കൊടുത്തോളാം. ആ, അപ്പൊ നിന്റെ ഐഡിയ തന്നെ. എടാ അളിയാ, പിന്നെ ഈ നമ്മുടെ ഹോം സ്റ്റേ ഉണ്ടല്ലോ, ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സൗകര്യം കൂടെ നമ്മൾ ഓക്കെ ആക്കണം. നമുക്ക് സെറ്റാക്കാം, നമ്മൾ റെഡിയല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വരുന്ന ആൾക്കാരെ ഞം ചോദിച്ചാ നമ്മള് ആണോ ഫുഡ് കൊടുക്കും, എന്നിട്ട് നമ്മൾ അന്തസ്സായിട്ട് കാശും മേടിക്കും. அப்படின்னா நான் அவங்களுக்கு ஸ்பெஷலா சமைச்சு கொடுப்பேன். സ്പെഷ്യലിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇവിടെ കഴിക്കാൻ എന്തുണ്ടാക്കുന്നോ അത് കൊടുത്താൽ മതി. അങ്ങനാണെങ്കിൽ ഗസ്റ്റുകളൊന്നും ഇവിടെ നിക്കത്തില്ലേ? അത് മാത്രമല്ല, അങ്ങനെ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വേറൊരു സംഭവം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ കണ്ണു കാണാനുള്ള കിച്ചൺ ഉപയോഗിക്കാം. വരുന്ന ഗസ്റ്റുകൾക്ക് കിച്ചൺ ഉപയോഗിക്കാം. അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കിച്ചണിൽ കയറി വെച്ച് കഴിച്ചോട്ടെ. അല്ലാതെ ക്ലാഷ് ആവൂലേ? എന്തൊരു ക്ലാസ് കാശൊന്നാവില്ല എന്റെ പൊന്നി ചേച്ചി. ഞാവനല്ലേ റൂം എടുത്തിട്ട് കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടായി കഴിക്കൂ. ഒന്ന് പോട്, നമ്മൾ ചുമ്മാ ഒരു പേരിന് വെക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനാ ഓടുന്ന് വെച്ചാലേ? പിന്നെ അമ്മ കൊരവേട് എടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ.
ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ വർക്കൗട്ട് ആവുകയാണ്. ഇതൊക്കെ പഴയ കാലത്തെ പരിപാടിയല്ലേ, ഇതൊക്കെ കണ്ട ആൾക്കാർ വരും. അതെന്താ അങ്ങനെ ഇട്ടോക്ക് അല്ലെ? ആ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പരിപാടി ചെയ്താലും പോസ്റ്റർ അത് ഒട്ടിക്കണം, അത് നിർബന്ധം. മാത്രമല്ല ഇത് കണ്ടൊരു 2 പേരും കൂടെ വരുന്നുണ്ടെങ്കിൽ വരട്ടെ. ഇതുകൊണ്ട് 2 പേരോട് വരുന്നുണ്ടെങ്കിൽ വരട്ടെ, നമുക്ക് ഗുണമല്ലേ? ഗുണമാണ്. ആ പിന്നെന്തിന് അളിയാ നെക്സ്റ്റ് പ്ലേസ്. ഓക്കെ അളിയടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ നമ്മള് കൊടുക്കുന്ന മുറി ചെറുതല്ലേടാ, അത് വർക്കൗട്ട് ആവൂ? എന്തൊരു ചെറിയ മുറി നമ്മൾ അന്തസ്സായിട്ട് പറഞ്ഞിട്ടില്ലേ? സിംഗിൾ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം അല്ലേ വലിയ സംഭവം? എന്ത് അറ്റാച്ച്ഡ് ബാത്റൂം വലിയ സംഭവം അല്ലേ? അറ്റാച്ച്ഡ് ബാത്റൂം വലിയ സംഭവം തന്നെ അല്ലയോ? ശരിക്കും പറഞ്ഞാ നമ്മുടെ ഒരു രീതി അനുസരിച്ചിട്ട് നമ്മളൊരു വണ്ടി വിളിച്ച് സ്പീക്കറും വെച്ച് കേട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതാണ്. പാറമട ഹോം സ്റ്റേ, പാറമട ഹോം സ്റ്റേ, പാറമട ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട്. ആ രീതി നമുക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. അടുത്തന്നെ വിളിക്കല്ലേ? അടുത്തന്നെ വിളിക്കാം. അടുത്തന്നെ വിളിക്കാം. ഓക്കെ, അവിടുന്ന് വരുന്നവർക്കും കാണാം, ഇവിടുന്ന് വരുന്നവർക്കും കാണാം. ഓക്കെ അല്ലേ? എന്തോ പരിപാടി? പോസ്റ്റർ ഒട്ടിക്കണേ. പോസ്റ്ററാ? എന്തിന്റെ? നീ എവിടെ പോണത്? കല്യാണത്തിന് പോണു. കല്യാണത്തിന്? ആ. ഏത് കല്യാണം? പാലാരോട്ടത് ഒരു കൂട്ടുകാരനെ. സദ്യയാണോ? അല്ല, ഓനാ. ഞാനിവിടെ എന്നെ വിളിച്ചിട്ടില്ല. ഇന്നലെ ഒരു കമ്പനിക്കാരൻ ഞാൻ അവിടെ നിന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞാ നാളെ കല്യാണം ഉണ്ടെന്ന്. അവനെ വിളിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ഒരുങ്ങി കെട്ടി പോവാണ്. നാണം കൊണ്ടാടാ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോവാനായിട്ട്. നമ്മളവിടൊക്കെ അങ്ങനെയാ. പിന്നെ ആൾക്കാർ വരണം. ആരെയും എന്നെ തിരിച്ചറിയാവോ? എന്തിന്റെ പോസ്റ്റാ? ഞങ്ങള് ഒരു ഹോം പറയാൻ പറ്റും. നമ്മളൊരു ഹോം സ്റ്റേ തുടങ്ങി. നോക്ക്, കൊള്ളാല, സൂപ്പറല്ലേ? ഇതെന്നാ തുടങ്ങണേ? അത് നമ്മള് തുടങ്ങി കഴിഞ്ഞു. ആണാ? പിന്നെ എപ്പോ വന്നാലും റൂം ഉണ്ട് സ്റ്റേ. ഞാൻ മനസ്സിലായോ? നീ എന്തേ? അല്ല, ഫോറിനേഴ്സ് ഒക്കെ വരില്ല. ഇനി ചുമ്മാ വെറുതെ ആളെ പിടിച്ച കമ്മീഷൻ 1.5% കമ്മീഷൻ കിട്ടോ? ഉറപ്പ്? 1.5% കമ്മീഷൻ. നീ നോട്ടീസ് ഇടും. ഞാൻ കൊടുക്കണേ, കല്യാണ വീട്ടിൽ കൊടുക്കാന്ന്. എന്നാ പിടി. മൊത്തം കൊണ്ടുപോലെ 5 രൂപ അന്ന് കൊണ്ടോ? ശരി, ഓക്കെ. കല്യാണ വീട്ടിൽ കൊടുത്തേക്കണേ. കൊടുക്കാം. ആള് വന്നാ നിനക്ക് കമ്മീഷൻ ഉണ്ട്. തരണം, ഉറപ്പ്. ഉറപ്പായിട്ടും തരും. ഈ സമയത്ത് അമ്മായി, അമ്മായിയെ, ഞാൻ വിളിക്കണോന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മളെ ഈ പോസ്റ്റർ ഇട്ടിപ്പം തിരക്കൊക്കെ ആയിട്ടെ അങ്ങനെ അങ്ങ് മുങ്ങിപ്പോയി. അതാ പിന്നെ അമ്മായി, നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. 2 മാസത്തിന് അങ്ങനെ പോട്ട്, പിന്നെ നമുക്ക് പിടിക്കാം. പിന്നെ അമ്മായിക്ക് ഷെയറില്ലായിരിക്കും? ഷെയറുണ്ട്. അതൊരു 30%. അമ്മായിയെ കിട്ടുന്നതിന് 30% എന്ന് പറഞ്ഞാൽ തീർന്നു, പിന്നെ ബാക്കിയില്ല. 70% അവർക്ക് ഇവർക്കെല്ലാം കൂടെ പിരിച്ചു വരുമ്പോൾ ശരിയാവുമല്ലോ അത്. അല്ല അമ്മായി, സത്യം പറഞ്ഞ അമ്മായിക്ക് ഷെയർ ചെയ്യേണ്ട കേസില്ല. കാരണം ഈ വീട് അമ്മായിയുടെ ഒരു പേരുള്ളതല്ലല്ലോ. അല്ലല്ലോ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്യാം. ഓ എത്ര നേരായിന്ന് വെച്ച് നോക്കി നടക്കണേ, മടുത്തു നോക്കി. നമുക്ക് നോക്കാന്നേ, ബാ. ചേട്ടാ, എന്തിനാ ഇന്ന നടക്കണേ? ഞങ്ങളെ ഒരു റൂം അന്വേഷിച്ച് നടക്കുക. റൂമാ? അളിയനോട് ഇല്ല. പാറു അളിയനെയും കൊണ്ട് പാലച്ചോട് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി. ആണോ ചേച്ചി? നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് സെറ്റായി. ഓ, എന്റെ അമ്മൂമ്മക്ക് അത്ഭുതമില്ലേ? ഇത്ര പെട്ടെന്ന് സെറ്റായോ? അത് വല്ലാത്ത അത്ഭുതമായി പോയി. അമ്മൂമ്മ, ഞാൻ പോസ്റ്റർ ഒട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അപ്പുറത്തെ സൈഡില്. അവിടെ അങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ ജോയി മോനെ കണ്ട്. അവൻ ഏതോ കല്യാണത്തിനെ കണ്ട പോണെന്ന്. ഞാൻ കുറച്ച് പോസ്റ്റർ അവൻ്റെ കയ്യിലും കൊടുത്തു വിട്ടു. അപ്പോൾ അവൻ പറഞ്ഞു ശരി ഞാൻ കൊണ്ടുപോയി കല്യാണ വീട്ടിലേക്ക് കൊടുത്തിട്ട് എല്ലായിടത്തും ഞാൻ പരസ്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ 2 പേര് അവിടെ നിന്ന് തത്തി കളിക്കണ്. ഞാൻ നേരെ അങ്ങോട്ട് ചെന്ന് ചേട്ടാ എന്താണ് സംഭവം, എന്താണ് ഇവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്
പിന്നെ ഇന്നലെ റൂമിൻ്റെ അത്യാവശ്യമായിട്ട് നിൽക്കുകയാണെന്ന്. അവര് ഏതോ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് ഇന്ന് തീരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്ന് തീർന്നില്ല പരിപാടി, നാളെയും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അവർക്ക് ഇന്ന് താങ്ങാൻ ഒരു റൂം വേണ്ടേ? വേണം. അവരങ്ങനെ 2-3 സ്ഥലത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ഒക്കെ ഫില്ല്. പിന്നെ വേറൊരു സ്ഥലത്ത് കയറിയപ്പോൾ ഭയങ്കര വിലയെന്ന് റൂം റെൻ്റേ. അപ്പം ഞാൻ പറഞ്ഞ്, ചേട്ടാ നമുക്കറിയാവുന്ന നമ്മുടെ സ്വന്തം ഹോം സ്റ്റേ ഉണ്ട്, നമ്മൾ ഫണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് തരാമെന്ന് പറഞ്ഞ് കുറച്ചാണ് ഞാൻ പിടിച്ചേക്കുന്നത്. ചേച്ചി ഫസ്റ്റ് ഗസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് കുറച്ചിട്ടുള്ളൂ. അത് കുഴപ്പം. അവരെന്തൊക്കെയോ അത്യാവശ്യം സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയേക്കാണ്. 1.5-3 മണിക്കൂറിനുള്ളിൽ അവരെങ്ങെത്തും. അതിനും എല്ലാം സെറ്റായിരിക്കണം. അതിന് ഇവിടെ സെറ്റ് ആവാൻ എന്താ ഉള്ള? ഇവിടെ എല്ലാം സെറ്റ് അല്ലേ? ഇവിടെ എല്ലാം സെറ്റാ. സെറ്റാണ്. അവര് നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് ആയതുകൊണ്ട് നല്ല കിട്ടില്ല സ്വീകരണം കൊടുക്കണം. അത്രല്ലേ? കേശോട്ടാ, ഓ എന്തോന്നടേ ഇത്? കല്ല് കൊള്ളാല്ല. ആന്റി ഒന്ന് തിരിയാവോ? എന്തോന്നത്? പൂണ്ടി വല്ലതും മറിഞ്ഞ? അതാ കണയന് ഡയറക്റ്റ് മധുരയ്ക്ക് പോണോ? என்னடா இது கெஸ்ட் எல்லாம் வராங்கல்ல, ரொம்ப அழகா இருக்கணும்ல. ഗസ്റ്റ് ആണ് പറഞ്ഞത്, പെണ്ണ് കാണാൻ. ഗസ്റ്റ് വരട്ടെ, അഴകായിരിക്കട്ടെ. അമ്മൂമ്മ, എടാ നമ്മള് പുതിയ സംരംഭമൊക്കെ തുടങ്ങുമല്ലയോ, അപ്പൊ ഇച്ചിരി ഭംഗിയായിട്ടൊക്കെ ഞാനും കൂടി ഇരുന്നോട്ടടാ. എന്നാ ഇരുന്നോട്ട്, കുഴപ്പമൊന്നുമില്ല. എന്റെ പൊന്നത്, എന്തോന്നത്? നിങ്ങള് പിന്നെ കല്യാണം കഴിക്കാൻ പോണാ? നമ്മളെ വിളിച്ചില്ല കെട്ടിന്. ചേച്ചി എന്താണത് കേളപ്പറവിയാ? എന്താടാ ചിങ്ങ ഒന്നാ കത്തി നിക്കണം നീ? അത് പിന്നെ ഗസ്റ്റിനെ കൊണ്ടുവരുന്നത് ഞാനല്ലേ, അപ്പൊ പിന്നെ ഞാൻ കത്തി നിക്കണ്ടേ? അവര് കത്തിക്കാതെ നോക്കിക്കോ. അളിയാ, ഓ നീ അത് വിട്. നമ്മള് ഫിക്സ് ചെയ്ത റേറ്റിനേക്കാളേ കുറവിനാണ് നീ ഇപ്പോഴത്തെ ഗസ്റ്റിനെ കൊണ്ടുവരണേ, അത് നീ ഓർത്തോണം. അറിയാ, ഫസ്റ്റ് ഗസ്റ്റ് അല്ലേ, പോട്ടെ ക്ഷമിച്ചു വിട്, നമുക്ക് അടുത്തന്നെ പിടിക്കാം. പിന്നെ ഗസ്റ്റിനെ കൊണ്ടുവരണം ഞാനാണ്, അപ്പൊ എനിക്കുള്ള കമ്മീഷൻ ഇങ്ങ് വന്നേക്കണം. കമ്മീഷന്റെ കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം. ഗസ്റ്റ് എവിടെ എത്തി? ഗസ്റ്റ് എന്തോ സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവരിങ്ങ് വരാന്നും പറഞ്ഞായിരുന്നു. 100 ആയിസ് തന്നെ കേട്ടോ, അതാ വിളിക്കണ്. ഹലോ ചേട്ടോയ്, എന്തായി? ആഹാ, ഇവിടെ എത്തിയാ? ആ പച്ചക്കറി അത് തന്നെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കൊണ്ടുപോവാ. ഓ ബാബ, കയറി ഞങ്ങളതാ ഇവിടെ നിൽപ്പുണ്ട്. ഹാ ഓക്കെ ഏട്ടാ, ബാബാ. അവരതങ്ങ് എത്തിയാട്ടാ. അതെ, ആദ്യം എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചോ ഈ പരിപാടി പൊളിയായിരിക്കും. ഐ മീൻ വൻ വിജയമാവാൻ. ശരിയാ. സാധനം എടുത്തോ, അവരിങ്ങെത്തി. எல்லாமே செட்டுடா, எப்பவே எடுக்கிறேன். ഓക്കെ.